പൊതുവിദ്യാലയങ്ങളുടെ വസന്തകാലമായിരുന്നു പട്ടാമ്പിയിൽ കഴിഞ്ഞ 8 വർഷം. അത് ഇപ്പോഴും തുടരുന്നു. പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാർ ഫണ്ട് നൽകാത്ത ഒരു പൊതുവിദ്യാലയം പോലും ഇന്നില്ല. സർക്കാർ വിദ്യാലയങ്ങളിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാത്ത ഒരു വിദ്യാലയം പോലും കാണാനാകില്ല എന്നത് വിദ്യാഭ്യാസ മേഖലയിൽ മുഹമ്മദ് മുഹസിൻ MLA-യും സംസ്ഥാന സർക്കാരും നടത്തുന്ന ഇടപെടലുകളുടെ നേട്ടമാണ്. ഇത്തരത്തിലുള്ള വലിയ നേട്ടത്തിന് ഉദാഹരണമാണ് പെരുമുടിയൂരിലെ GLP സ്കൂൾ. അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരുന്ന ഈ സർക്കാർ സ്ഥാപനത്തിൽ ഉണ്ടായത് അത്ഭുതപൂർവമായ മാറ്റമാണ്. 1928 ഏകാധ്യാപക വിദ്യാലയമായി ആരംഭിച്ച് സർക്കാർ വിദ്യാലയമായി മാറിയ സ്കൂളാണ് പെരുമുടിയൂർ GLP സ്കൂൾ. സ്വന്തമായി ഭൂമിയില്ലാതെ സ്വകാര്യ വ്യക്തിയുടെ കൈവശമുണ്ടായിരുന്ന വിദ്യാലയം അതിന്റെ 90ാം ആഘോഷവേളയിലാണ് മുതുതല പഞ്ചായത്ത് ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാരിന് കൈമാറിയത്. തുടർന്ന് തകർന്നു വീഴാറായ വിദ്യാലയത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ മുഹമ്മദ് മുഹസിൻ MLA അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 99 ലക്ഷം രൂപ അനുവദിക്കുകയും കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. 2021 ഒക്ടോബർ 23-നായിരുന്നു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം എന്ന നാട്ടുകാരുടെ ദീർഘകാലത്തെ ആവശ്യം ഇതോടെ നിറവേറ്റപ്പെട്ടു. കോവിഡാനന്തരം എല്ലാ വിദ്യാലയങ്ങളും 2021 നവംബർ 1-ന് തുറന്നപ്പോൾ ഈ വിദ്യാലയത്തിന് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞു. അമ്മ വളർത്തും നമ്മൾ മരങ്ങൾ എങ്ങനെ മരങ്ങൾ നൽകിയ കയ്യ് ഉയരട്ടെ കയ്യൊന്നും ഉയർത്തിയില്ല വെട്ടി മുറിക്കില്ല വെട്ടി മുറിക്കില്ല വെട്ടി മുറിക്കില്ല ഞങ്ങൾ ഒരുപാട് അമ്മ നമ്മൾ മരങ്ങൾ ഇങ്ങനെ വെട്ടി മുറിക്കില്ല എന്ന് പറയാ വെട്ടി മുറിക്കില്ല
വിദ്യാലയത്തിന്റെ മികവ് വർദ്ധിപ്പിക്കാനായി കഴിഞ്ഞ വർഷം മോഡേൺ പ്രീ പ്രൈമറിക്കായി SSK ഫണ്ടിൽ നിന്നും 10 ലക്ഷവും കുട്ടികൾക്ക് കളി ഉപകരണങ്ങൾ വാങ്ങാനായി ലഭിച്ച 1 ലക്ഷം രൂപയും ചേർന്ന പദ്ധതികളുടെ പ്രവൃത്തി ഇതിനകം പൂർത്തിയാക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇന്ന് 100-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന അടിസ്ഥാന വികസനം പൂർത്തിയാക്കിയ ഒരു മനോഹരമായ സർക്കാർ വിദ്യാലയമാണ് പെരുമുടിയൂർ GLP സ്കൂൾ.